ഒരാളെ ഇഷ്ടപ്പെടാനായിട്ട് 1000 കാര്യങ്ങൾ കാണുന്ന പറയുന്നത്. ലവ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു ആൻഡ് ഷാലു മേനൻ. ഷാലു, ഈ ആൺകുട്ടിയോട് ഇഷ്ടം തോന്നാനായിട്ട് എന്തൊക്കെയായിരുന്നു അയാളിലുള്ള ഒരു പ്രത്യേകതയൊക്കെ? നന്നായിട്ട് പഠിക്കുമായിരുന്നു, പിന്നെ നല്ലപോലെ പാടുമായിരുന്നു. എനിക്ക് ഇതൊക്കെയാണ് കൂടുതൽ അട്രാക്ഷൻ തോന്നിയത്. നന്നായിട്ട് പാടുന്ന ഒരു പയ്യനായിരുന്നു. ഗായകരെ പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഗാനഗന്ധർവന്മാർക്കാണ് ഡിമാൻഡ് എന്ന് പറയുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും എനിക്ക് സിംഗേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ശരിക്കും കല്യാണം കഴിക്കുകയാണെങ്കിൽ സിംഗറിനെ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു നടന്നിരുന്നത്. ഇപ്പം ഞാൻ കല്യാണം കഴിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സിംഗേഴ്സിന്. പെണ്ണുങ്ങളാണെങ്കിൽ പോലും സിംഗേഴ്സ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്രേസാണ്, അവർ ഭയങ്കര ആരാധനയാണ് എനിക്ക്. അപ്പം അങ്ങനെ ഒരു പയ്യനായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പയ്യനും. നേരത്തെ പാട്ടുകാരെ ഭയങ്കര ഇഷ്ടമായിരുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നാണ് ഇത് ശരിക്കും ഒരു പ്രണയത്തിലെത്തുന്നത്. പാട്ട് പഠിക്കുന്നവർ സൂക്ഷിക്കുക. പാട്ട് പഠിക്കുന്നവർ സൂക്ഷിക്കല്ലോ, അവർ സന്തോഷിക്കല്ലേ വേണ്ടേ? നമ്മളിങ്ങനെ പാട്ട് പഠിക്കുന്നതിന് ഒരു ഗുണമുണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഷാലു മേനൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ് ആൻഡ് ടൺ കണക്കിന് റൊമാൻസ്. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അവസാനം ഷാലു പറഞ്ഞു I love you too. Club FM-ൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഷാലു മേനൻ. ഷാലു, പിന്നെ ഈ പ്രണയം എങ്ങനെയാണ് പുരോഗമിച്ചത്? എവിടേക്ക് നിങ്ങൾ പോയി കറങ്ങി ചുറ്റി? തിയേറ്ററിൽ പോവുക അല്ലെങ്കിൽ ബൈക്കിൽ കയറി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ചങ്ങനാശ്ശേരിയിൽ വളരെ നല്ലൊരു ട്രഡീഷണൽ ഫാമിലി ആയിരുന്നു എൻ്റെ. പിന്നെ ഇങ്ങനെ വന്നു, കാണും, സംസാരിക്കും. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആ പയ്യൻ്റെ അച്ഛനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഇഷ്ടമായിരുന്നു. 10ാം ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ. പിന്നെ +1 ആയപ്പോഴത്തേക്കും അവിടെ ഞാൻ NSS-ലായിരുന്നു. +1 +2 ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് വീണ്ടും നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രോഗ്രാംസ്, ഈ സ്കൂൾ കോമ്പറ്റീഷൻ സമയം ഉണ്ടായിരുന്നു. +1 വരെ എല്ലാ കോമ്പറ്റീഷനും വന്നു, എല്ലാം കണ്ട് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു. അമ്മയുടെ അടുത്തോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കഥയുടെ ബാക്കി അറിയാനായിട്ട് ആകാംക്ഷിച്ചിട്ട് കൂടി കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഷാലു മേനൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് ആണ്, പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം. കൂടെ റീനു മാത്രമല്ല, ഷാലു മേനനുണ്ട്. ഷാലു ഒരു പ്രണയത്തിൽ ഏറ്റവും പേടിക്കുന്നത് വീട്ടിലാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അറിഞ്ഞാലോ എന്നൊക്കെയാ. അപ്പോഴാണോ നേരെ ചെന്നിട്ട് എനിക്കൊരു ആൺകുട്ടി ഇഷ്ടമെന്ന് പറയുന്നത്? വീട്ടിൽ ഉള്ളത് അമ്മയും അമ്മൂമ്മയാണ്. ഈ ഞങ്ങൾ 3 പെണ്ണുങ്ങൾ അടങ്ങുന്നതാണ് എൻ്റെ വീട്. അപ്പോൾ ശരിക്കും അമ്മയെന്ന് പറയുന്നത് അത്ര ഒരു അമ്മയെന്നുള്ള ഒരു നല്ല ഫ്രണ്ട്, എല്ലാം തുറന്നു പറയുന്നത് അമ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ. അപ്പോൾ അമ്മയോട് ഞാൻ പതുക്കെ വന്ന് ഈ കാര്യം അങ്ങ് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു അതൊക്കെ ആലോചിക്കാതൊന്നും, ചുമ്മാ ഞാനൊരു പൊട്ടിയാണ് ചിലപ്പം, ഇപ്പോഴൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിച്ചൊക്കെ വന്നത് മനസ്സിലായി. മറ്റേ വെറും പൊട്ടി ആരെന്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവേണ്ടത്. അപ്പം ഞാൻ അപ്പോഴും അമ്മ എന്നോട് പറഞ്ഞു സൂക്ഷിച്ച് നിൽക്കണം, കാരണം നമുക്കറിയത്തില്ല ഭയം, അതുകൊണ്ട് എല്ലാം ആലോചിക്കാതെ ഇപ്പം കയറി ഒന്നും എടുത്ത് ചാടരുത്, നമുക്ക് ആലോചിക്കാം, വരട്ടെ, സമയമാവട്ടെ. പിന്നല്ലാതെ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ശരി ഇങ്ങനെ നിൽക്കുക. അപ്പം എന്നിട്ടും എന്നോട് അമ്മ പറഞ്ഞ ആവശ്യമില്ല അമ്പലത്തിൽ പോകുക, അതൊക്കെ ഇനി സൂക്ഷിക്കണം. അങ്ങനെ കണ്ടുമുട്ടുന്ന സ്ഥലത്തിനൊരു തീരുമാനമായി. കുറച്ച് ബ്ലോക്കായി. ഞാനും മനസ്സിലാക്കി അത് ശരിയല്ല, അങ്ങനെ പോകണ്ട എന്നുള്ള വെച്ച് ഞാൻ പതുക്കെ ഒന്ന് ഇതായി. എങ്കിലും ഫോൺ കോളിനൊന്നും കുറവൊന്നുമില്ലായിരുന്നു. ആ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഒരു ശരിക്കും ഒരു ട്രാജഡി ആയത്. ട്രാജഡി എന്നുള്ള ഉദ്ദേശിച്ചത് ഞാൻ ഇത് ബന്ധം മുറിഞ്ഞു പോയതെന്നല്ല, ആ പയ്യനൊരു ആക്സിഡന്റിൽ പെട്ടു എന്ന് പറയുമ്പോ മരിച്ചു. ഐ എം സോ സോറി. പിന്നെ ഞാൻ പ്രണയം എന്ന് പറഞ്ഞ മീൻസ് ഇങ്ങനെയുള്ളൊരു ഇതിന് ഇറ്റ്സ് ഓക്കെ, ഇനി പറയണ്ട. ഇപ്പം എനിക്ക് തോന്നുന്നു ചോദിക്കണ്ടായിരുന്നു. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് ആണ്, പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം. അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകളൊക്കെ എല്ലാ സമയത്ത് എഴുന്നേറ്റിരിക്കുന്നേ. ഞാൻ റീനു, എൻ്റെ കൂടെ ഷാലു മേനൻ. ഷാലു, എത്ര മണിക്കാണ് സാധാരണ ഉറങ്ങാറ്? ഞാൻ കിടക്കാറുള്ളത് പിന്നെ നേരത്തെ കിടക്കും. നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. ഞാൻ നേരത്തെ കിടക്കുന്ന പറഞ്ഞാൽ ഒരു 9:30 കിടക്കും. അത്ര നേരത്തെ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ എന്നെയൊക്കെ സംബന്ധിച്ചത് വളരെ നേരത്തെ ഇപ്പം ജോലി തുടങ്ങുന്ന സമയമാവുന്നുള്ളേ. അല്ല, ഞാൻ ഉറക്കം കെടുത്തിയോ? ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ നേരത്തെ കിടക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഡാൻസ്. ഞാൻ എണീക്കുന്നത് രാവിലെ 4 മണിക്ക്. അങ്ങനെ ഒരു സമയം കണ്ട ഓർമ്മയേ എനിക്കില്ല കേട്ടോ. ഞാനും അമ്മയൊക്കെ എണീക്കും 4 മണിക്ക്. അപ്പോൾ ഈ നേരത്തെ കിടന്നില്ലെങ്കിൽ അത് പിന്നെ ഇതാവുന്ന വെച്ചാൽ അങ്ങനെ ഒരു ശീലമായിപ്പോയി. അത്ര ശീലങ്ങളുള്ളവർ കണ്ടിന്യൂ ചെയ്തോളൂ, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതെ ഷാലു, ഇപ്പോൾ ഒരുപാട് പേര് ലവ് ബൈറ്റ്സ് കേട്ടോണ്ടിരിക്കുക. അവർക്കുള്ള ഒരു ലവ് മെസ്സേജ് ഷാലു പറയാൻ പറ്റുമോ?
ഷാലുവിൻ്റെ കഥ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു യു വിൽ ഹാവ് സംതിങ് ടു സേ. എൻ്റെ മെസ്സേജ് ഭയങ്കര വലുതായിട്ടുള്ളൊരു മെസ്സേജ് ഒന്നുമല്ല. നിങ്ങൾ പ്രണയിക്കുന്നവർ തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കണം. ആ ഒരു ഫീൽഡിൽ തന്നെ മുമ്പോട്ട് പോകണം. അതൊരു കാരണവശാലും ബ്രേക്ക് ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ ഇപ്പം ഞാൻ എന്ത് പറയാനാ. Club FM ലവ് ബൈറ്റ്സ് ഇന്ന് റീനു ആൻഡ് ഷാലു മേനൻ സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ് ഷാലു. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.